ഹായ് ഷുട്ടുമണി. ഞാൻ ആക്ച്വലി ഇന്ന് ആശകളായിരം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു നിങ്ങളെ ഇവിടെ കൊണ്ടുപോകാനും. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു മൈ വ്ലോഗ്, ടു മൈ സെക്കൻഡ് വ്ലോഗ്. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷർട്ടാണ് ഞാൻ ഇടുന്നത്. ഇത് ഭയങ്കര രസമുള്ളൊരു ഷർട്ടാണ്. ഇത് ആക്ച്വലി എൻ്റേതല്ല, ചേച്ചിയുടേതാണ്. ഈ ഒരു ഷർട്ടാണ് ഞാൻ ഇടുന്നത്. ആൻഡ് അങ്ങനെ ആശകളായിരം ഫസ്റ്റ് റിലീസാകുന്നതേ ഉള്ളേ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോ ആണെന്ന് തോന്നുന്നു ഇവിടെ കോട്ടയത്ത്. 11 മണിക്കാണ് ഷോ. അപ്പം നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ല സത്യം പറഞ്ഞാൽ. എൻ്റെ വീട്ടിൽ നിന്നേ അങ്ങനെ സിനിമയ്ക്ക് പോകുന്നതൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ആശകളായിരം ബേസിക്കലി എനിക്ക് ജയറാം കാളിദാസ് കോംബോയോടൊരു താല്പര്യം കൂടുതലുള്ളതുകൊണ്ടും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കോംബോ അല്ലേ, വീണ്ടും ആ കോംബോ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ആ ഒരു ഫീലിൻ്റെ പുറത്ത് പോയി കാണുന്ന ഇവിടെ കുറച്ച് ഒച്ചപ്പാടും ബഹളമുണ്ട്. നിങ്ങളത് എന്നോട് ക്ഷമിക്കണം. കാരണം ചേച്ചിയുടെ പിള്ളേരപ്പുറത്തുണ്ട്, പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പണിക്കാരുടെ ബഹളവും തിരക്കുമൊക്കെ അത്യാവശ്യമുണ്ട്. സോ ക്ഷമിക്കുക. ആൻഡ് ഇപ്പോൾ ഏകദേശം മറ്റേ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരുങ്ങി റെഡി ആയിട്ട് പോകണം എന്ന് വിചാരിക്കുന്നു. സോ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആശകളായിരത്തിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചധികം പ്രതീക്ഷയുണ്ട്. ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങളോട് പറയാതെ എങ്ങനെയുണ്ടെന്ന് സിനിമ. സോ നമ്മളിത് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ സമയം പോയി 10:30 ഞാൻ ഓൺലൈൻ ടിക്കറ്റും ബുക്ക് ചെയ്തില്ല. ഓൺലൈൻ എടുക്കുമായിരുന്നെങ്കിൽ ഈ ടെൻഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓൺലൈൻ എടുത്തില്ല. 11 മണിക്കാണ് ഷോ. 10:30 കഴിഞ്ഞു. ഇപ്പം എന്താകുമോ എന്തോ. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവരെല്ലാവരോടും എന്നെ ചവിട്ടെ. എന്നോട് ഇന്നലെ ആവത് പറഞ്ഞു ഓൺലൈൻ എടുക്കാൻ. ഞാൻ പിന്നെ വേണ്ട, നമുക്ക് അവിടെ പോയി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നീട്ടി വെച്ചതാണ്. അങ്ങനെ ഓടിപ്പിച്ചിട്ടാണെങ്കിലും നമ്മൾ വന്നു. ഗൈസ് തുടങ്ങിയില്ല, സമാധാനമുണ്ട്. അങ്ങനെ ഞാൻ സിനിമ കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. ഏതു ടാറ്റ ഓടിട്ട് ടാറ്റ ഏത് ഇവിടെ ഇരിക്കും. ആള് വരുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം. നേരത്തെ ആയിപ്പോയി വന്നത്, കുറച്ച് താമസിച്ച് വന്നാൽ മതിയായിരുന്നു. സീറ്റ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ പാടുപെട്ടത് കാണും. ശരി, സീറ്റ് തപ്പി പിടിക്കാൻ ഞങ്ങൾ കുറച്ച് പാടുപെട്ടു. ഞങ്ങളുടെ സീറ്റിൽ വേറൊരു ചേട്ടൻ കയറിയിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ പഠിത്തം ഇൻ്റർവെല്ലായി. ഫസ്റ്റ് ഹാഫ് ഈസ് ഓക്കെ അല്ല, നല്ലതാണ്. ഇതുവരെ എല്ലാം ഉള്ളത് ഞാൻ കണ്ടിട്ട് പറയാം. നല്ല സിനിമയാണ്. കൈ മാറ്റുകയാണ്. നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് നല്ലതാണ്. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം. ഭയങ്കര ഫണ്ണി ഫാമിലി എൻ്റർടൈനർ അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ലതാണ്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ ഫാമിലി മൂവീസ്, ഫീൽ ഗുഡ് മൂവീസിനോട് എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫീൽ ഗുഡ് മൂവി എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട്. അതെ, കണ്ടോ, അവന് കരയാൻ വരെ തോന്നി. നല്ല സിനിമ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് എനിക്കൊക്കെ ഫീൽ ഗുഡ് മൂവീസിനോട് കുറച്ച് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലി മൂവീസ് എന്താ പറയുക, നിങ്ങൾ കുറച്ച് മറ്റേ ത്രില്ലറായിട്ടുള്ള പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ ഫീൽ ഗുഡ് മൂവീസ് അല്ലെങ്കിൽ കുറച്ച് ഫാമിലി മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല പടമാണ്. സോ അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഭരണങ്ങാനപ്പള്ളി വരെ ഒന്ന് പോകണം. അപ്പോൾ അതിന് മുന്നേ ഷേക്കൊക്കെ കുടിച്ചിട്ട് ഭരണങ്ങാനപ്പള്ളി പോവും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പ്ലീസ്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കെപ്പോഴും ഈ റോഡിൽ കൂടെ നടന്നിങ്ങനെ സംസാരിക്കുന്നത് എന്തോ ഭയങ്കര ചമ്മൽ പോലെ തോന്നുക. ശരിയാകും. ഇന്നലത്തെ അത്രയും ചമ്മൽ ഇന്നില്ല. അപ്പോൾ നാളെ എടുക്കുമ്പം അതിലും ചമ്മൽ കുറവായിരിക്കും അല്ലേ. റിട്ടേൺ അങ്ങനെ നമ്മൾ മറ്റേ പള്ളിയിൽ നിന്ന് ഇറങ്ങി പള്ളിയിലോട്ട് വരുന്ന സമയത്ത് വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അപ്പോൾ എനിക്ക് കുറച്ച് പണിയായിട്ട് ഞാൻ തിരക്കിലായിപ്പോയി. സോ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി ഇപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. തിരിച്ചു പോവുകയാണ്. ആൻഡ് ഇന്നത്തെ വിശേഷം ഏറെക്കുറെയൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. പള്ളിയിലെ കുറച്ച് ക്ലിപ്സ് നിങ്ങളെ കാണിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ടല്ലേ, വൈകുന്നേര സമയമുണ്ടെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട്, അതായത് എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട്
ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇതാ ഇവിടെ ഏകദേശമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് നിങ്ങളുടെ നല്ല നല്ല സജഷൻസ് അറിയിക്കുക. നല്ലതാണെങ്കിൽ നല്ലതെന്നും മോശമാണെങ്കിൽ മോശമെന്നും പറയാം. ആൻഡ് ടാറ്റ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ടാറ്റ ബൈ.